നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എല്ലാവരും വളരെ സൂക്ഷ്മമായി ഉറ്റുനോക്കുന്നൊരു വിഷയമാണ്. അതായത് ഗ്രഹണദോഷം. എന്താണ് ഗ്രഹണദോഷം? ഗ്രഹണദോഷത്തിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെ? ഗ്രഹണദോഷം നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇതിനെയൊക്കെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. വിശദമായി നമുക്ക് നോക്കാം. ഗ്രഹണദോഷം എന്നത് ഒരു ജ്യോതിഷ പദമാണ്. ഇത് സൂര്യനോ ചന്ദ്രനോ രാഹുവോ കേതുവോ സംയോജിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. വിഷ്ണു പകുതിയായി മുറിച്ച ഒരു സർപ്പത്തിൻ്റെ തലയും വാലും ഇവയാണെന്നാണ് പറയപ്പെടുന്നത്. ഗ്രഹണദോഷം ഒരാളുടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പറയുന്നു. അവയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ: സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, കരിയർ പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ, അപകടങ്ങൾ, നിർഭാഗ്യങ്ങൾ ഇവയൊക്കെ അതിൽപ്പെടും. വ്യക്തിയുടെ ജ്യോതിഷ ചാർട്ടിനെയും സൂര്യൻ, ചന്ദ്രൻ, രാഹു, കേതു എന്നിവയുടെ പ്രത്യേക സ്ഥാനത്തെയും ആശ്രയിച്ചാണ് ഗ്രഹണദോഷത്തിൻ്റെ ഫലങ്ങൾ. ഗ്രഹങ്ങളുടെ സ്ഥാനം ഗ്രഹണദോഷം സൃഷ്ടിക്കുന്നതെങ്ങനെ? ഗ്രഹണം എന്ന പദം സംസ്കൃതത്തിലുണ്ട്. ഗ്രഹണം എന്നത് ഛായാഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. അതായത് നിഴൽ ഗ്രഹങ്ങളായ രാഹു അല്ലെങ്കിൽ കേതു നിങ്ങളുടെ ജനന സമയത്ത് സൂര്യനുമായോ ചന്ദ്രനുമായോ അടുത്ത ബന്ധത്തിലായിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രഹണ സമയത്ത് ജനിച്ചതാണെങ്കിലോ നിങ്ങൾക്ക് ഗ്രഹണദോഷമുണ്ടാകും. ഒരു നവജാത ശിശുവിൻ്റെ ജനന ചാർട്ടിൽ, അതായത് ലഗ്നകാലത്ത് സൂര്യനോ ചന്ദ്രനോ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ അതേ ഭാവത്തിൽ ആയിരിക്കുമ്പോൾ ഗ്രഹണദോഷം ജനന ചാർട്ടിൽ പ്രത്യക്ഷപ്പെടും. പൂർണ്ണ സൂര്യഗ്രഹണ ദോഷം സൂര്യനും രാഹുവും ഒരു രാശി പങ്കിടുമ്പോൾ. പൂർണ്ണ ചന്ദ്രഗ്രഹണ ദോഷം ചന്ദ്രനും രാഹുവും ഒരു രാശി പങ്കിടുമ്പോൾ. ഭാഗിക സൂര്യഗ്രഹണ ദോഷം സൂര്യനും കേതുവും ഒരു രാശി പങ്കിടുമ്പോൾ. ഭാഗിക ചന്ദ്രഗ്രഹണ ദോഷം ചന്ദ്രനും കേതുവും ഒരു രാശി പങ്കിടുമ്പോൾ. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഭാഗികമായോ പൂർണ്ണമായോ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ വ്യത്യാസപ്പെടും. ഈ ദോഷം വ്യക്തിയുടെ ആത്മാവിനെ, അതായത് സൂര്യനാൽ നിയന്ത്രിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിനെയോ വികാരങ്ങളെയോ ബാധിക്കുന്നു, അതായത് ചന്ദ്രനാൽ നിയന്ത്രിക്കപ്പെടുന്നു. ജീവിതത്തിലെ ഫലങ്ങൾ പ്രധാനമായും നമ്മുടെ ധാരണകളെ ആശ്രയിച്ചിരിക്കുന്നു. അവ ഉപജീവനത്തിൻ്റെ വിവിധ മേഖലകളെ രൂപപ്പെടുത്തുകയും ബാധിക്കുകയും ചെയ്യുന്നു. ഗ്രഹണം എന്നാൽ നിഴൽ എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ ചില ഗുണങ്ങളുടെ അഭാവമല്ല, മറിച്ച് നിഴൽ ഗ്രഹങ്ങൾ മൂലമുണ്ടാകുന്ന നിഴലാണിത്. ഇത് മനസ്സിൽ ആശയക്കുഴപ്പത്തിനും തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഇത് വിവേചനാധികാരത്തിൻ്റെ അഭാവത്തിന് കാരണമായേക്കും. അധാർമികമായ ഉപജീവന മാർഗങ്ങളിലേക്ക് നിങ്ങളെ ചായ്വുള്ളതാക്കുന്നു. ഗ്രഹണദോഷത്തിൻ്റെ പ്രത്യേക ലക്ഷണങ്ങൾ: ചെറുപ്പത്തിലെ കുടുംബ പോരാട്ടം, അമ്മ അച്ഛൻ ബന്ധങ്ങളിലെ വിടവുകൾ, പഠനത്തിലെ തടസ്സങ്ങൾ, നേരത്തെയുള്ള ജോലി നഷ്ടം, സാമ്പത്തിക അസ്ഥിരത, പ്രണയത്തിലും വിവാഹത്തിലും ഒന്നിലധികം ഹൃദയകാരിയായ ആഘാതങ്ങൾ, വിജയത്തിന് ശേഷവും മനസ്സിൽ അഗാധമായ അസംതൃപ്തി, ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ജീവിത പുരോഗതിയെ മന്ദഗതിയിലാക്കുന്ന ഒരു അദൃശ്യ കൈ പോലെയാണിത്. ഗ്രഹണദോഷം നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കും? വിവാഹം വൈകൽ, വിവാഹത്തിലെ സംഘർഷം, അസ്ഥിരമായ ബന്ധങ്ങൾ, ഗർഭകാലത്തെ വെല്ലുവിളികൾ, ബിസിനസ്സിലെ നഷ്ടങ്ങളോ പരാജയമോ, വളർച്ച, അവസരമില്ലാത്ത സ്ഥിരതയില്ലാത്ത കരിയർ, ഭാവി അനിശ്ചിതത്വം, ജോലി സ്ഥലത്തെ സമ്മർദ്ദവും വീട്ടിൽ സമാധാനമില്ലായ്മയും, പ്രശസ്തി കുറയുക, ഏകാന്തത അനുഭവപ്പെടുക, പതിവായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുക എന്നിവയൊക്കെ ഗ്രഹണദോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജനന ചാർട്ടിൽ ഏത് ഗ്രഹത്തിലാണ് ഗ്രഹണദോഷാൽ യോഗമുണ്ടാകുന്നതെന്നതിനെ ആശ്രയിച്ച് അതിൻ്റെ ഫലങ്ങൾ വ്യത്യാസപ്പെടാം. വ്യത്യസ്ത ഗ്രഹങ്ങളിൽ ഗ്രഹണദോഷ യോഗയുടെ ചില ഫലങ്ങൾ ഇതാ. ഒന്നാമത്തെ ഭാവം. ഒന്നാം ഭാവത്തിലെ ഗ്രഹണദോഷം വളരെയധികം സമ്പത്തും പ്രശസ്തിയും ആത്മീയ വളർച്ചയും കൊണ്ടുവരും. എന്നിരുന്നാലും അതൊരു വ്യക്തിയെ അഹങ്കാരിയും അഹങ്കാരമുള്ളവനുമായി മാറ്റും. രണ്ടാം ഭാവത്തിലെ ഗ്രഹണദോഷം സാമ്പത്തിക നേട്ടങ്ങളും ബിസിനസ്സിൽ വിജയവും കൊണ്ടുവരും.
എന്നിരുന്നാലും ഇത് കുടുംബത്തിലെ ബന്ധങ്ങളും തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളും സൃഷ്ടിക്കും. മൂന്നാം ഭാവത്തിലെ ഗ്രഹണദോഷം ആശയവിനിമയത്തിലും എഴുത്തിലും വിജയം കൈവരിക്കും. എന്നിരുന്നാലും ഇത് സഹോദരങ്ങളുമായും അടുത്ത ബന്ധുക്കളുമായും തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുകയും ചെയ്യും. നാലാം ഭാവത്തിലെ ഗ്രഹണദോഷം റിയൽ എസ്റ്റേറ്റ്, സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുകയും എന്നിരുന്നാലും ഇത് അമ്മയുമായും കുടുംബാംഗങ്ങളുമായുള്ള സംഘർഷങ്ങൾക്കും കാരണമുണ്ടാക്കും. അഞ്ചാം ഭാവത്തിലെ ഗ്രഹണദോഷം വിദ്യാഭ്യാസത്തിലും സൃഷ്ടിപരമായ മേഖലകളിലും വിജയം കൈവരിക്കും. എന്നാൽ പ്രണയബന്ധങ്ങളിലും പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇത് സംഘർഷങ്ങൾക്ക് കാരണമാകും. ആറാം ഭാവത്തിലെ ഗ്രഹണദോഷം വ്യവഹാരങ്ങളിലും തർക്കങ്ങളിലും വിജയം കൊണ്ടുവരും. എന്നിരുന്നാലും അത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും ശത്രുതകളും സൃഷ്ടിക്കും. ഏഴാം ഭാവത്തിലെ ഗ്രഹണദോഷം ബിസിനസ് പങ്കാളിത്തങ്ങളിലും വിവാഹത്തിലും വിജയം കൊണ്ടുവരും. എന്നാൽ ഇത് പങ്കാളിയുമായും ബിസിനസ് പങ്കാളിയുമായും തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളും സൃഷ്ടിക്കും. എട്ടാം ഭാവത്തിലെ ഗ്രഹണദോഷം ഗവേഷണ ഗൂഢവിദ്യാ മേഖലകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. എന്നാൽ ഇത് സാമ്പത്തികം നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഒൻപതാം ഭാവത്തിലെ ഗ്രഹണദോഷം ഉന്നത വിദ്യാഭ്യാസത്തിലും വിദേശയാത്രയിലും വിജയം കൈവരിക്കാൻ സഹായിക്കുമെങ്കിലും ഇത് പിതാവുമായും മതവിശ്വാസങ്ങളുമായുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കും. പത്താം ഭാവത്തിലെ ഗ്രഹണദോഷം തൊഴിൽ മേഖലയിലും തൊഴിലിൽ വിജയവും കൊണ്ടുവരും. എന്നിരുന്നാലും അധികാരികളുമായും സർക്കാരുമായും സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യും. 11ാം ഭാവത്തിലെ ഗ്രഹണദോഷം സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലും സുഹൃത്തുക്കളിലുമായി വിജയം കൊണ്ടുവരും. എന്നാൽ ഇത് മൂത്ത സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. 12ാം ഭാവത്തിലെ ഗ്രഹണദോഷം ആത്മീയതയിലും വിദേശയാത്രയിലും വിജയം കൊണ്ടുവരും. എന്നാൽ ഇത് സാമ്പത്തികവും നിയമപരവുമായ പ്രശ്നങ്ങളും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. ഈ ദോഷം ആത്മീയതയിലേക്കും ആത്മോന്നതിയിലേക്കും പോകുന്നതിന് പകരം ഭൗതികതയിലേക്കുള്ള തീവ്രമായ ചായ്വിലേക്ക് നയിക്കുന്നു. ഒരു വ്യക്തി എപ്പോഴും താൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ചിന്തിക്കുകയും കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തേക്കാം. കൂടാതെ അയാൾക്ക് അറിയാത്ത യഥാർത്ഥ സ്വഭാവത്തിന് പകരം തൻ്റെ ഭൗതിക ആസ്തികളെ അടിസ്ഥാനമാക്കി തൻ്റെ മൂല്യം വിലയിരുത്താനും സാധ്യതയുണ്ട്. ജീവിതത്തിൽ സംതൃപ്തിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അസംതൃപ്തിയും കോപവും അനുഭവിക്കുന്നതിലേക്കിത് നയിക്കുന്നു. ഇത് ആവേശകരമായ പെരുമാറ്റത്തിലേക്കും തീരുമാനമെടുക്കുന്നതിലേക്കും നയിക്കാം. നിങ്ങൾക്ക് ഗ്രഹണദോഷമുണ്ടെങ്കിൽ ചാർട്ടുകളുടെ ജാതക പൊരുത്തത്തിൻ്റെയും നല്ലൊരു വിശകലനം നിർദ്ദേശിക്കപ്പെടുന്നു. കാരണം ഇത് സാധാരണയായി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു ബാച്ചിലറോ പ്രേമിക്കുന്നവനോ ആയി തുടരാൻ കാരണമാകുന്നു. നിങ്ങൾ വിവാഹിതനാണെങ്കിൽ ബന്ധം തകർന്നേക്കും. 2 ചാർട്ടുകൾക്കും സാധ്യത സന്തുലിതമാക്കാൻ കാര്യമായ ശക്തിയില്ലെങ്കിൽ അത് സന്താന പ്രശ്നങ്ങൾക്കും കാരണമാകും. ആത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ അഭിമാനക്കുറവ് സൂര്യഗ്രഹണ സമയത്ത് ജനിച്ചാൽ ഇത് കണക്കാക്കപ്പെടുന്നു. ചന്ദ്രഗ്രഹണ സമയത്ത് ജനിച്ചാൽ ആന്തരിക വികാരങ്ങളുടെയും ആഴത്തിൻ്റെയും അഭാവം ശ്രദ്ധിക്കപ്പെടുന്നു. നിങ്ങളുടെ അശ്രദ്ധ കാരണം ജോലി സ്ഥലത്തെയും വീട്ടിലെയും സാഹചര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ഗ്രഹണദോഷം പൂർവിക വംശത്തിൻ്റെ ഫലമാണ്. കുടുംബത്തിലെ ചില തെറ്റുകൾ മൂലമോ പൂർവികർ ചെയ്ത തെറ്റുകൾ മൂലമോ നിങ്ങൾക്ക് പകരുന്ന ഒരു ദോഷമാണിത്. ഇത് ഏറ്റവും നിസ്സാരമായ ദോഷമാണ്. പല ചാർട്ടുകളിലും ഇത് കാണപ്പെടാം. എന്നിരുന്നാലും ഇത് ജീവിതത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. അതോടൊപ്പം ഉത്കണ്ഠ, പിരിമുറുക്കം അല്ലെങ്കിൽ അനാവശ്യമായ സമ്മർദ്ദം എന്നിവയ്ക്കും കാരണമാകും. നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ ഭൗതിക സ്വത്തുക്കളെയോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയോ ആശ്രയിച്ചല്ല എന്ന വസ്തുത മനസ്സിലാക്കാൻ ആത്മീയമായി സ്വയം പ്രവർത്തിക്കേണ്ടത് പ്രധാനമാണ്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചോ മറ്റുള്ളവർ നിങ്ങളെ ചിത്രീകരിക്കുന്നതനുസരിച്ചോ പ്രവർത്തിക്കരുത്. മറിച്ച് ധ്യാനം, ആത്മീയത അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ, കർമ്മങ്ങൾ എന്നിവയിലൂടെ നിങ്ങളെ തന്നെ നന്നായി മനസ്സിലാക്കാൻ കൂടുതൽ ആഴത്തിൽ ശ്രമിക്കുക. ഗ്രഹണദോഷം ഉണ്ടാകുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് മുഴുവൻ ജനന ചാർട്ടും വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു പ്രതിവിധി നിർദ്ദേശിക്കാവൂ.
അത്തരം സന്ദർഭങ്ങളിൽ വിശ്വസനീയവും അറിവുള്ളതുമായ ഒരു സ്രോതസ്സിനെ കൊണ്ട് പ്രതിവിധി നടത്തേണ്ടത് പ്രധാനമാണ്. ഗ്രഹണദോഷത്തിന് പരിഹാരമെന്ത്? പതിവ് പരിഹാരങ്ങൾ നമുക്ക് നോക്കാം. സൂര്യപ്രകാശം ബാധിച്ചാൽ രാവിലെ സൂര്യന് വെള്ളമർപ്പിക്കണം. സൂര്യാഘാതമുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ചുവന്ന വസ്ത്രദാനം ചെയ്യുക. ചന്ദ്രദോഷമുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് വെളുത്ത ഭക്ഷണവും വെളുത്ത വസ്ത്രവും നൽകുക. ഗൗരവമേറിയ പ്രതിവിധി എന്തെന്ന് നോക്കാം. കഠിനമായ കേസുകളിൽ ഒരു ഗ്രഹണദോഷ പൂജ നിർദ്ദേശിക്കപ്പെടുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു പുരോഹിതനാണിത് നടത്തുന്നത്. അല്ലെങ്കിൽ ആ അവസരത്തിൽ നിങ്ങൾക്ക് ശാരീരികമായി സന്നിഹിതനാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു പ്രത്യേക ദിവസം നിങ്ങൾക്ക് വേണ്ടി ഇത് നടത്താവുന്നതാണ്. ഗ്രഹണദോഷ പരിഹാരങ്ങൾ. സൂര്യഗ്രഹണ ദോഷത്തിനുള്ള വീട്ടുവൈദ്യങ്ങൾ. സൂര്യൻ്റെ ഉദയസമയത്ത്, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ദിവസവും 108 തവണ ഗായത്രി മന്ത്രം ജപിക്കുക. ദിവസവും രാവിലെ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ സൂര്യന് ചെമ്പ് പാത്രത്തിൽ നിന്നുള്ള ജലം അർപ്പിക്കുക. നല്ല മുഹൂർത്ത സമയത്ത് തുടർച്ചയായി 7 ഞായറാഴ്ചകളിൽ പുരോഹിതർക്ക് ശർക്കര ദാനം ചെയ്യുക. ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങൾക്ക് റൂബി ധരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ സൂര്യയന്ത്രം വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയുമോ എന്നും നോക്കുക. സൂര്യൻ വിഷ്ണുവിൻ്റെ ഒരു ഭാവമാണെന്നും സൂര്യൻ്റെ അവതാരങ്ങൾ സൂര്യവംശത്തിൽ നിന്നാണ് വരുന്നതെന്നും പറയപ്പെടുന്നതിനാൽ വിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ദിവസവും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സൂര്യഗ്രഹണ ദോഷമുണ്ടെങ്കിൽ ചെമ്പ് പാത്രത്തിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ചന്ദ്രഗ്രഹണ ദോഷത്തിനുള്ള വീട്ടുവൈദ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഓം സോമായ നമഃ എന്ന ചന്ദ്രമന്ത്രങ്ങൾ ജപിക്കുക. അല്ലെങ്കിൽ ഓം ചന്ദ്രായ നമഃ എന്ന് ദിവസവും 108 തവണ ജപിക്കുക. പ്രത്യേകിച്ച് തിങ്കളാഴ്ചകളിൽ നല്ല മുഹൂർത്ത സമയത്ത് തുടർച്ചയായി 4 തിങ്കളാഴ്ചകളിൽ പാൽ ദാനം ചെയ്യുക. ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങൾക്ക് മുത്ത് ധരിക്കാൻ കഴിയുമോ അതോ വീട്ടിലൊരു ചന്ദ്രയന്ത്രം സൂക്ഷിക്കാൻ കഴിയുമോ എന്നും നോക്കുക. ചന്ദ്രൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചതായി പറയപ്പെടുന്നതിനാൽ ശിവൻ്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ദിവസവും ശിവനോട് പ്രാർത്ഥിക്കുക. പൗർണമി രാത്രിയിൽ തേനും മഞ്ഞളും ചേർത്ത് വെള്ളിപ്പാത്രത്തിൽ നിന്ന് പാൽ കുടിക്കാനും ശ്രമിക്കുക. ഈ ദോഷം ആരുടെ ജീവിതത്തിലും പ്രശ്നകരമായി തോന്നിയേക്കാം. അത് ജീവിതത്തെ ദുരിതപൂർണമാക്കുകയും ഇത് സുഖപ്പെടുത്തുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നതിന് അനിവാര്യമാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ദോഷമുണ്ടോ എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അതിനായി നിങ്ങളുടെ ജനന ചാർട്ട് വിശകലനം ചെയ്യാനും അതിലെ ദോഷം തിരിച്ചറിയാനും ആ ദോഷങ്ങളെല്ലാം ഇല്ലാതാക്കാൻ നിങ്ങളെ നയിക്കാനും സഹായിക്കുന്ന അറിവും പരിചയവുമുള്ള ഒരു ജ്യോതിഷിയെ സമീപിക്കേണ്ടതുണ്ട്. സൂര്യഗ്രഹണ ദോഷത്തിന് പരിഹാരമായി കാണുന്ന മറ്റു ചില കാര്യങ്ങൾ. ഞായറാഴ്ചകളിൽ ഉപ്പ് കഴിക്കരുത്. ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക. മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. പരമശിവനെയും ഹനുമാനെയും പ്രാർത്ഥിക്കുക. 5 ഞായറാഴ്ചകളിലും അമാവാസികളിലും രാവിലെ 10 മണിക്ക് മുൻപ് ഒഴുകുന്ന വെള്ളത്തിൽ ഒരു പിടി ഗോതമ്പും തേങ്ങയും സമർപ്പിക്കുക. ചന്ദ്രഗ്രഹണ ദോഷത്തിനുള്ള പരിഹാരങ്ങളായി പറയുന്ന മറ്റു ചില കാര്യങ്ങൾ. തുടർച്ചയായി 4 തിങ്കളാഴ്ചകളിൽ മുഹൂർത്ത സമയത്ത് പാൽ ദാനം ചെയ്യുക. ശിവൻ ചന്ദ്രനെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചതായി പറയപ്പെടുന്നതിനാൽ ദിവസവും മന്ത്രങ്ങൾ ജപിച്ച് ശിവനെ പ്രാർത്ഥിക്കേണ്ടതും അത്യാവശ്യമാണ്. ഗായത്രി മന്ത്രം ജപിക്കുക. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. പൗർണമി ദിവസങ്ങളിൽ ഉപവാസവും ചന്ദ്രന് ജലം സമർപ്പിക്കുകയും ചെയ്യുക. തിങ്കളാഴ്ചകളിൽ ശിവലിംഗത്തിന് വെള്ളം സമർപ്പിക്കുക. ഗ്രഹണദോഷം എന്നത് വേദജ്യോതിഷത്തിലെ ഒരു പ്രധാന ദോഷം. സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ ഗ്രഹണ സമയത്ത് ദോഷം അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തുമെന്ന് ജ്യോതിഷശാസ്ത്രം വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.